നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുണ്ടോളിക്കടവിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിലിടിച്ച് യാത്രക്കാരിക്ക് ഗുരുതര പരിക്കേറ്റു. നാട് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. നാട്ടികയിൽ ഗീതാഗോപിയും CC മുകുന്ദനും. കയ്പമംഗലത്ത് KK വത്സരാജും റോഡ് ഷോ നടത്തി. മണലൂരിൽ TN പ്രതാപന് അഭിവാദ്യമർപ്പിച്ച് പ്രകടനം. പച്ചപ്പിന്റെ പാഠശാലയിൽ അറിവിന്റെ കൊയ്ത്ത്. അന്തിക്കാട് KGM സ്കൂളിലെ കുട്ടികൾ അന്തിക്കാട് കൊയ്ത്തുപാട സന്ദർശനം നടത്തി. വാർത്തകൾ വിശദമായി. ആലപ്പാട് പള്ളിപ്പുറം റോഡിൽ കുണ്ടോളിക്കടവിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിലിടിച്ച് യാത്രക്കാരിക്ക് ഗുരുതര പരിക്കേറ്റു. ആലപ്പാട് പുറത്തൂർ പുളിക്കത്തറ ദന്നിക്കാണ് പരിക്കേറ്റത്. കയ്യിനും കാലിനും പരിക്കേറ്റ ദന്നിയെ കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. സ്കൂട്ടറിൽ ഇടിച്ച ശേഷം റോഡരികിലെ അതിർത്തിക്കല്ല് ഇടിച്ചു തെറിപ്പിച്ച കാർ റോഡിൽ നിന്ന് ഏകദേശം 3 മീറ്റർ താഴെ പാടത്തേക്ക് മറിഞ്ഞു. സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. കാറിലുണ്ടായിരുന്ന കുറുക്കഞ്ചേരി സ്വദേശികളായ ദമ്പതികൾക്കും പരിക്കേറ്റു. ഇവരെ തൃശ്ശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത്. അമ്മാടം സ്കൂളിൽ പരീക്ഷയ്ക്ക് പോയ മകളെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയായിരുന്നു ധന്യ. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി. LDF സ്ഥാനാർത്ഥി ഗീതാഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം റോഡ് ഷോ സംഘടിപ്പിച്ചു. സ്ഥാനാർത്ഥി ഗീതാഗോപി തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച് ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. പെരുമ്പിളിശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. വാദ്യമേളങ്ങളും നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളും അണിനിരന്നു. LDF നേതാക്കളായ PK ഷാജൻ, TR രമേഷ് കുമാർ, ഷീല വിജയകുമാർ, KP സന്ദീപ്, AS ദിനകരൻ, UK ഗോപാലൻ, ഷീന പറയങ്ങാട്ടിൽ, KM കിഷോർ കുമാർ, PR വർഗീസ് മാസ്റ്റർ, KK ജോബി, KK അനിൽ, KB ഹംസ, മണി നാട്ടിക, MR ദിനേശൻ, വിജയരാഘവൻ തട്ടുപറമ്പിൽ, ബിജു KR, VV പ്രദീപ്, സീമ രാജൻ, രജനി ബാബു, രജനി അനിൽകുമാർ, ജിനീഷ് ഐരാട്ട്, മഹേഷ് NM, TC ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. CPI ബന്ധം ഉപേക്ഷിച്ച് BJPയിൽ ചേർന്ന നാട്ടിക MLA CC മുകുന്ദൻ തൃപ്രയാറിൽ റോഡ് ഷോ നടത്തി. NDA വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, BDJS ജില്ലാ സെക്രട്ടറി അക്ഷയ് കൃഷ്ണ എന്നിവർ പങ്കെടുത്തു. EP ഹരീഷ് മാസ്റ്റർ, സജിനി ഉണ്ണിയാരംപുരയ്ക്കൽ, EP ജാൻസി, ഷൈൻ നെടിയിരിപ്പിൽ, രശ്മി ഷിജോ, AK ചന്ദ്രശേഖരൻ, TG രതീഷ് എന്നിവർ നേതൃത്വം നൽകി. മണലൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ അഭിവാദ്യം ചെയ്ത് വാടാനപ്പള്ളിയിൽ UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി.
UDF മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് MA മുസ്തഫയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ മണ്ഡലം UDF കൺവീനർ അക്ബർ സിദ്ദിഖ്, DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ്, IUML നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ്, RSP നേതാവ് സേവ്യർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീജ ടീച്ചർ, IUML നേതാക്കളായ ഹംസ മാസ്റ്റർ, ഹർഷാദ് അമ്പലത്ത്, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ RE നാസർ, CM ശിവപ്രസാദ്, അഹമ്മദ് ഉണ്ണി, സുഗന്ധിനി ഗിരീഷ്, IP പ്രഭാകരൻ, CM രഘുനാഥ്, ML സെബാസ്റ്റ്യൻ, PD ബെന്നി, NJ സേവ്യർ, രാഘനാഥൻ വൈക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി TN പ്രതാപനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. തുടർന്ന് നടത്തിയ യോഗം DCC സെക്രട്ടറി KK ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ VG അശോകൻ, KB ജയറാം, കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, PT ജോൺസൺ, വാസു വളാഞ്ചേരി, PS ആനന്ദൻ, പുഷ്പ വിശ്വംഭരൻ, ടോളി വിനീഷ്, സുനിത ബാബു, കവിത രാമചന്ദ്രൻ, സ്റ്റീഫൻ നീലങ്കാവിൽ, സത്യൻ കളരിക്കൽ, ജിഷ സുരേന്ദ്രൻ, ബീന സേവിയർ, സെൽജി ഷാജു, ജിൻസി തോമസ് എന്നിവർ സംസാരിച്ചു. മണലൂരിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷം പിന്നോക്കം കൊണ്ടുപോയ ഒരു MLA, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ MLA 15 വർഷം ഈ മണലൂരിൽ MLA ആയിരുന്നു. കഴിഞ്ഞ 10 വർഷം തുടർച്ചയായി ഈ മണലൂർ MLA ആയിരുന്നു. നിർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് എന്താണ് വികസനം എന്നത് മണലൂരുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയക്കനിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു വികസനവും നടന്നില്ല. സമീപ MLA-മാരും മറ്റ് ബന്ധപ്പെട്ട ആളുകളൊക്കെ വികസന കൊടുമുടിയിലേക്ക് ഈ വികസനവുമായി നയിച്ചപ്പോൾ മുരളി MLA എന്ന് പറയുന്ന ഇവിടുത്തെ MLA, ഇടതുപക്ഷ MLA, നാണം കെട്ട ആസനത്തിൽ ആലും മുളച്ചൽ അതും ഒരു തണലായി കാണുന്ന ഒരു MLA ഒരു വികസനവും ഈ പ്രദേശങ്ങളിൽ നടത്തിയിട്ടില്ല. കയ്പമംഗലം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK വത്സരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം റോഡ് ഷോയിലൂടെ ആരംഭിച്ചു. കയ്പമംഗലം അറവുശാല ബസ് സ്റ്റാൻഡിൽ നിന്ന് തുറന്ന വാഹനത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച റോഡ് ഷോ പെരിഞ്ഞനം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് സ്ഥാനാർത്ഥി KK വത്സരാജ് പ്രസംഗിച്ചു. LDF കൺവീനർ PK ചന്ദ്രശേഖരൻ, CP മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, INL ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല, നേതാക്കളായ KB ഹൈദ്രോസ്, KK അബിദലി, KV രാജേഷ്, മഞ്ജുള അരുണൻ, TK സുധീഷ്, PM അഹമ്മദ്, CK ഗിരിജ, അഡ്വക്കേറ്റ് AD സുദർശനൻ, KK രമേഷ് ബാബു, TK രാജു, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് എന്നിവർ പങ്കെടുത്തു. പഠനത്തെ ജീവിതാനുഭവങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അന്തിക്കാട് KGM സ്കൂളിലെ കുട്ടികൾക്കായി 1500 ഏക്കർ വിസ്തൃതിയുള്ള അന്തിക്കാട് കൊയ്ത്തുപാട സന്ദർശനം സംഘടിപ്പിച്ചു. പച്ചപ്പൊരിഞ്ഞ നെൽകൃഷിയിടത്തിലെത്തിയ കുട്ടികൾക്ക് നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് മുതിർന്ന കർഷകൻ അറക്കവീട്ടിൽ മുഹമ്മദ് ലളിതമായി വിശദീകരിച്ചു നൽകി. വിത്ത് വിതയ്ക്കൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള പ്രവർത്തനങ്ങൾ ലളിതമായി അവതരിപ്പിച്ചതോടെ കുട്ടികൾക്ക് കൃഷിയോട് കൂടുതൽ ആകർഷണമുണ്ടായി. നട്ടതെന്ന് മനസ്സിലായില്ല, മാഷ് പറഞ്ഞില്ലേ? എല്ലാവരും ഈ കിഴക്ക് ഭാഗം വെതിൽ, തെക്ക് ഭാഗം വെതിൽ, വടക്കേറ്റം വെതിൽ, ഈ ഭാഗത്ത് മാത്രം നാട് നന്നായിട്ട് നെല്ലുണ്ടായിരുന്നു. എല്ലാവരും ഒരു ഏക്കറിക്ക് 40 ചാക്ക് വരെ 40-45 ചാക്ക് വരെ നെല്ലുണ്ടായിരുന്നു. ഇതുപോലെ എല്ലാവർക്കും ഉഷാറായില്ല. ഒന്ന് വിത്ത് വിതയ്ക്കാം, വിത്ത് വിതച്ചിട്ടിട്ട് മുളച്ച് വന്ന് അത് വലുതായി വരും. പിന്നൊന്ന് വിത്ത് വിതച്ചിട്ട് അത് ഞാറാക്കി ഒരു ഇത്ര നീളത്തിൽ ഞാറാക്കിയിട്ട് ഞാറ് പറിച്ചെടുത്തിട്ട് കൊണ്ടുപോയി അകലത്തിൽ വെക്കാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഞാറായിട്ട് ഞാറ് നടുമ്പോൾ ചിലവ് കൂടുതലാണ്, പക്ഷേ പുല്ല് കുറയും. അതിൽ
വരി കുറയും, വരി നെല്ലുണ്ടാവും അതിൻ്റെ ഉള്ളിൽ, അത് കുറയും. പക്ഷേ വിതയാവുമ്പോൾ അതിൽ പുല്ല് കൂടുതലുണ്ടാവും, അതുപോലെ തന്നെ വരിയും കൂടുതലുണ്ടാവും. കൊയ്ത്തുപണികൾ നേരിൽ കണ്ടത് കുട്ടികൾക്ക് പുതിയ അനുഭവമായി. നെൽക്കതിരുകൾ കൊയ്യുന്ന രീതിയും നെയ്തെടുക്കുന്ന നെല്ല് ചാക്കിലാക്കുന്നതുവരെയും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും കുട്ടികൾ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചു. കർഷകരുടെ കഠിനാധ്വാനത്തെക്കുറിച്ചുള്ള അവബോധം കുട്ടികൾക്ക് ലഭിച്ചു. പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങുന്ന അറിവുകളേക്കാൾ ഇത്തരം അനുഭവങ്ങൾ കുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്ക് സഹായകരമാണെന്ന് പ്രധാനാധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ അഭിപ്രായപ്പെട്ടു. വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടത്തിൻ്റെ സൗന്ദര്യം കുട്ടികൾ ആസ്വദിച്ചു. പ്രധാനാധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ, അധ്യാപകരായ റോഷ്നി കെ, ലിനി എൻ ജി, ആന്റണി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. വള്ളൂർ ആലുന്താഴം ശ്രീ മഹാവാരാഹി ദേവീക്ഷേത്രത്തിൽ ആണ്ടുവിഴ മഹോത്സവത്തിൻ്റെ ഭാഗമായി നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അനുഷ്ഠാന കലാരൂപമായ നാഗങ്ങൾക്ക് കളമെഴുത്തും പാട്ടും നടത്തി. കുടുംബത്തിൽ സർവൈശ്വര്യങ്ങൾ നിറയ്ക്കാനും നാഗപ്രീതി വരുത്താനും സർപ്പകോപം ഒഴിവാക്കാനുമാണ് ഈ അനുഷ്ഠാനം. മണികണ്ഠൻ, അനന്തൻകാവ്, കരയാമുട്ടം എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് റംസാൻ മാസത്തിൻ്റെ ഭാഗമായി ഒരുക്കിയ ധാന്യക്കിറ്റ് വിതരണം നടത്തി. ട്രസ്റ്റ് പ്രസിഡന്റ് രാജൻ പട്ടാട്ട് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി എം എ സലീം, ട്രഷറർ ടി വി ശ്രീജിത്ത് എന്നിവർ ചേർന്ന് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ഹഫ്സത്ത് പി സി, സെക്രട്ടറിമാരായ അശോകൻ കെ സി, ഷൺമുഖരാജ് മാസ്റ്റർ, പ്രേംലാൽ പി ആർ തുടങ്ങിയവർ സംസാരിച്ചു. 6 വർഷത്തോളമായി സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം നമ്മുടെ തീരദേശ മേഖലയിലും മറ്റു ഭാഗങ്ങളിലുമായി പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. സാധാരണ കിറ്റ് വിതരണം നടത്തുമ്പോൾ ഇന്നിവിടെ അതിഥികളൊക്കെ പങ്കെടുക്കാറുണ്ട്. എന്നാൽ ഈ ഇലക്ഷൻ്റെ പ്രോട്ടോക്കോളും മറ്റും കാരണം കൊണ്ട് ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട വലപ്പാടിൻ്റെ അമേരിക്കൻ ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെ CATU യുദ്ധവിരുദ്ധ റാലി കാഞ്ഞാണിയിൽ നടന്നു. CATU ജില്ലാ വൈസ് പ്രസിഡന്റ് IK വിഷ്ണുദാസ്, CATU ജില്ലാ കമ്മിറ്റി മെമ്പർ CK വിജയൻ, സിന്ധു പ്രേമൻ, മണ്ഡലം സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ, ഏരിയ ട്രഷറർ MK സദാനന്ദൻ, VK വേലായുധൻകുട്ടി എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മലബാർ മേഖലയിൽ ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും പര്യായം തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പരിപൂർണതയേകാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത വിലക്കുറവ് നാടെറിഞ്ഞ മഹനീയ സ്ഥാപനം. ഇനി നിങ്ങളുടെ വീടകങ്ങളും പ്രൗഢിയുള്ളതാവട്ടെ. തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. കോൺടാക്ട് 9048 99 9866 9656 55 9866.
പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 100,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. മുസ്ലിം ലീഗ് കൈപ്പമംഗലം പഞ്ചായത്ത് 2ാം വാർഡ് ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ റമളാൻ റിലീഫ് വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് KK സക്കരിയ, വാർഡ് മെമ്പർമാരായ ഷാഹിർ പഴുപ്പറമ്പിൽ, നസീമ പുതിയവീട്ടിൽ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TK സെയ്തു, മണ്ഡലം ട്രഷറർ TK ഉബൈദ്, ശാഖാ പ്രസിഡന്റ് KM അബ്ദുൽ കരീം മാസ്റ്റർ, സെക്രട്ടറി AA അബ്ദുള്ളക്കുട്ടി, കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് അബ്ജു തലാശ്ശേരി, KB രാമചന്ദ്രൻ, MK റഷീദ്, PA ഷംസുദ്ദീൻ, TM മൻസൂർ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ വർഷത്തും നമുക്ക് കിട്ടുന്ന ഈ ഒരു സഹായം, കാരണം നമുക്ക് ഈ സഹായം കിട്ടുന്നത് നമ്മുടെ
ഗൾഫ് രാജ്യങ്ങളിലുള്ള സഹോദരന്മാരാണ് നമ്മുടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് അറിയാം, ഇന്ന് എല്ലാവരും യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അറിയാം. അപ്പോൾ നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കുക തന്നെ നമുക്ക്. കാരണം ഇത് കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് വ്യക്തികൾ ഇവിടെയുണ്ട്. ഇത് നമുക്കൊരു സഹായം കിട്ടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അവർക്കും കൂടി നമ്മൾ പ്രാർത്ഥിക്കണം, ദ്വാ ചെയ്യണം. വലപ്പാട് ബീച്ച് പള്ളിപ്രം VVUP സ്കൂളിൽ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം KR സാംബശിവൻ വോളിബോൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് റിനീഷ് അധ്യക്ഷത വഹിച്ചു. എൻ്റെ ഗ്രാമം വോളി ഗ്രാമം പ്രസിഡന്റ് പ്രൊഫസർ VK സരസ്വതി, സെക്രട്ടറി PC രവി മാസ്റ്റർ, CK മധു മാസ്റ്റർ, TV മണികണ്ഠലാൽ, ഷമീർ മാസ്റ്റർ, പ്രിൻസ് ടീച്ചർ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻ്റെ ഗ്രാമം വോളി ഗ്രാമം കൂട്ടായ്മ ഈ സമ്മർ വെക്കേഷനിൽ എറിയാട് മുതൽ നാട്ടിക വരെ എല്ലാ പഞ്ചായത്തുകളിലും വോളിബോൾ പരിശീലനം നൽകുകയാണ്. വോളിബോൾ, നെറ്റ് തുടങ്ങിയ കളി ഉപകരണങ്ങളും പരിശീലകനെയും എൻ്റെ ഗ്രാമം വോളി ഗ്രാമം സൗജന്യമായി നൽകും. മണപ്പുറത്തെ വോളിബോൾ പാരമ്പര്യം വീണ്ടെടുക്കുകയാണ് ലക്ഷ്യം. പല അസുഖങ്ങളിൽ നിന്നും മാറ്റം വരും. നമ്മൾ ആശുപത്രിയിൽ പോകുന്നത് ചെലവ് ഒഴിവാക്കാൻ പറ്റും, ആശുപത്രിയിൽ പോകുന്നത് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എല്ലാവരും നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ കളിയെ ഏർപ്പെടുത്താൻ ഈ ആശുപത്രികളൊക്കെ പൂട്ടേണ്ടതായിട്ട് വരും. അപ്പൊ ആ രീതിയിൽ ഒരു ആന്റിബയോട്ടിക്കാണ് നമ്മുടെ കളി അല്ലെങ്കിൽ എക്സസൈസുകൾ. ഞാനൊക്കെ ചെറുപ്പത്തിൽ പിന്നെ കരാട്ടെ പഠിച്ചു വന്നൊരാളാണ്, കരാട്ടെ അധ്യാപകനായി. അതിനൊപ്പം തന്നെ ഫുട്ബോളായിരുന്നു ഞാൻ ആദ്യം കളിച്ചത്. തൃശ്ശൂർ ജില്ലയിലെ പേരെടുത്ത ഒരു ഗോൾ കീപ്പറായിരുന്നു. അതിനുശേഷമാണ് ഇൻഷുറൻസ് വരുന്നത് കണ്ടപ്പോൾ പ്രിൻസ് എന്ന കൊടുങ്ങല്ലൂരിലുള്ള ഒരു കായിക അധ്യാപകനോട് ഹൈ ജമ്പ് ചെയ്തിരുന്നു. അപ്പോൾ വോളിബോൾ കളിച്ചാൽ ഗെയിം. വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കിൻഡർ ഗാർഡൻ കോൺവെക്കേഷൻ സെറിമണി നടന്നു. തൃശൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ സെക്രട്ടറിയും ഓട്ടംതുള്ളൽ കലാകാരനുമായ ബബിൽനാഥ് ഇടയ്ക്കകൊട്ടിപ്പാടിയാണ് ഉദ്ഘാടനം ചെയ്തത്. അനുഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയത് പഠിപ്പിൻ്റെ ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് വിദ്യാർത്ഥികൾക്ക് വേണം. അത്തരത്തിലുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും മറ്റു വിദ്യാർത്ഥികളിൽ നിന്നും വ്യത്യസ്തരാകാൻ സാധിക്കും. കാരണം ഞാൻ എൻ്റെ ലൈഫ് തന്നെയാണ് അതിനൊരു ഉദാഹരണമായിട്ട് എടുത്തത്. കാരണം എൻ്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠിപ്പിൻ്റെ ഒരു ഗുണം കൊണ്ട് തന്നെയാണ് ഞാൻ 3-4-5 സ്കൂളുകളിലേക്കൊക്കെ എന്നെ മാറ്റേണ്ടി വന്നത്. കാരണം അത്ര നന്നായിട്ട് പഠിച്ചിരുന്നൊരു വിദ്യാർത്ഥിയാണ്. പിന്നീട് അച്ഛന് മനസ്സിലായി ഇവൻ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇവർ എന്തെങ്കിലും ഒരു മേഖലകൾ കൊടുക്കണം. അങ്ങനെയൊക്കെ വന്നിട്ടാണ് ഞാൻ സ്കൗട്ടിങ്ങാണ് 5ാം ക്ലാസ്സിൽ തുടങ്ങുന്നത്. ഈ ഒരു സ്കൗട്ടിങ്ങാണ് എന്നെ മാറ്റിയത്. സ്കൂൾ മാനേജർ അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. KG അധ്യാപികരായ ശാന്തി PS, പ്രിയ എന്നിവരെ PTA പൊന്നാടയണിയിച്ച് ആദരിച്ചു. പ്രിൻസിപ്പാൾ ബിന്ദു സോമൻ, വൈസ് പ്രിൻസിപ്പാൾ സരിത N, PTA വൈസ് പ്രസിഡന്റ് ടിനു VJ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കോൺവെക്കേഷനും വിവിധ കലാപരിപാടികളും അരങ്ങേറി. KG ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പ്രിയ, ആർഷ ശ്രീജിത്ത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു. (2022) വരെ ജോലിയിൽ പ്രവേശിച്ച എയ്ഡഡ് വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് പ്രൊട്ടക്ഷൻ ഉറപ്പാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയ സർക്കാർ നടപടിയിൽ ആഹ്ലാദം പങ്കുവച്ചുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വലപ്പാട് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. തൃപ്പയാർ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ആഹ്ലാദ പ്രകടനം KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ബിനോയ് T. മോഹൻ ഉദ്ഘാടനം ചെയ്തു. KSTA ജില്ലാ ട്രഷറർ അധ്യാപകർക്ക് അർഹമായ തൊഴിൽ സുരക്ഷാ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ PP സജീവ്, TV ചിത്രകുമാർ, ഉപജില്ലാ സെക്രട്ടറി NK സുരേഷ് കുമാർ, ഉപജില്ലാ പ്രസിഡന്റ് MD ദിനകരൻ,
KR ലയ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് KV അമ്പിളി, ജെന്നി CJ, KG ദിലീപ് കുമാർ, PM പ്രേംന, ES ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. KSTA നേതൃത്വത്തിൽ ആഹ്ലാദ സൂചകമായി മധുരവിതരണവും ഉണ്ടായിരുന്നു. നിയമസഭാ ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താനെ മണ്ഡലം കമ്മിറ്റി ഇലക്ഷൻ പ്രചരണത്തിന് തുടക്കം കുറിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് പരിസരത്ത് ചിഹ്നം ഒട്ടിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ, DCC ജനറൽ സെക്രട്ടറി NS അയ്യൂബ്, സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MK ചന്ദ്രൻ, CMP ജില്ലാ കമ്മിറ്റി മെമ്പർ PB രമേശ് എന്നിവർ നേതൃത്വം നൽകി. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ വാടാനപ്പള്ളിയിലെ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു മാസമായി നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ലക്കി ഡ്രോയിലൂടെ ഡയമണ്ട് റിംഗ് വിജയിയെ തിരഞ്ഞെടുത്തു. ചടങ്ങിൽ വാടാനപ്പള്ളി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ അറയ്ക്കൽ പങ്കെടുത്തു. വാടാനപ്പള്ളിക്ക് ഒരു അഭിമാനമായിക്കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഒരു മാസം പൂർത്തിയാകുന്ന അന്ന് അവർ വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ മാസാന്തര നറുക്കെടുപ്പ് ആദ്യത്തേത് നടത്തപ്പെടുകയാണ്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇതിലെ കൂപ്പണൊക്കെ കാണുമ്പോൾ വാടാനപ്പള്ളിയിലെ ആളുകളെ അധികം സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും ഈ സമയം വളരെ മോശമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാലും വരും കാലങ്ങളിൽ കസ്റ്റമേഴ്സിന് വളരെയധികം പ്രയോജനപ്രദമായ രൂപത്തിലുള്ള ഡിസ്കൗണ്ടുകളും കിഴിവുകളൊക്കെ കിട്ടിക്കൊണ്ട് ഈ സ്ഥാപനവും മുന്നോട്ട് പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത സൗമിനി നാട്ടികയെ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജിംഗ് ഡയറക്ടർ അനിൽ മാത്യു സമ്മാനാർഹയായി പ്രഖ്യാപിച്ചു. വാടാനപ്പള്ളിയുടെ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു മാസക്കാലമായി ഷോപ്പിൽ നിന്ന് നടക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ നിന്ന് നറുക്കെട്ടെടുക്കുന്ന ഭാഗ്യശാലിക്ക് നമ്മൾ ഒരു ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകിയിട്ടുണ്ട്. ഡയമണ്ട് റിങ്ങിൻ്റെ നറുക്കെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളക്ഷനായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഏറ്റവും നല്ല കളക്ഷനുകൾ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക. പ്രധാന വാർത്തകൾ വീണ്ടും. കുണ്ടോളിക്കടവിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിലിടിച്ച് യാത്രക്കാരിക്ക് ഗുരുതര പരിക്കേറ്റു. നാട് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. നാട്ടികയിൽ ഗീതാഗോപിയും CC മുകുന്ദനും. കയ്പമംഗലത്ത് KK വത്സരാജും റോഡ് ഷോ നടത്തി. മണലൂരിൽ TN പ്രതാപന് അഭിവാദ്യമർപ്പിച്ച് പ്രകടനം. പച്ചപ്പിന്റെ പാഠശാലയിൽ അറിവിന്റെ കൊയ്ത്ത്. അന്തിക്കാട് KGM സ്കൂളിലെ കുട്ടികൾ അന്തിക്കാട് കൊയ്ത്തുപാട സന്ദർശനം നടത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.